ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ വാർത്ത കേട്ടപ്പോഴാണ് എനിക്ക് പണ്ടെങ്ങോ കേട്ട ഒരു വധശിക്ഷയുടെ കഥ ഓർമ്മ വന്നത്. അതിങ്ങനെയാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് 3 പേരെ ഒരേ സമയം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. 3 പേരെയും വധശിക്ഷ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു. അതിൽ ആദ്യത്തെ ആൾ ഒരു പുരോഹിതനും, രണ്ടാമത്തെ ആൾ ഒരു വക്കീലും, മൂന്നാമത്തെ ആൾ ഒരു ശാസ്ത്രജ്ഞനും ആയിരുന്നു. ആദ്യത്തെ ഊഴം പുരോഹിതൻ്റേതായിരുന്നു. പുരോഹിതൻ വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ആരാച്ചാർ ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? ഉടൻ പുരോഹിതൻ പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ഉള്ള ദൈവം എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ആരാച്ചാർ തൻ്റെ പ്രവൃത്തി തുടർന്നു. അദ്ദേഹം വാൾ ഒരു ചങ്ങല വെച്ച് വലിച്ച് താഴേക്കിങ്ങനെ വലിച്ചപ്പോൾ അത് കറക്റ്റ് പുരോഹിതൻ്റെ കഴുത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അത് നിന്നുപോയി. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന 1000 പേർ പറഞ്ഞു, പുരോഹിതനെ വെറുതെ വിടണം എന്ന്. അങ്ങനെ പുരോഹിതൻ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ഊഴം വക്കീലിൻ്റേതായിരുന്നു. വക്കീലിനോടും ആരാച്ചാർ ചോദിച്ചു, എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന്. സത്യവും നീതിയും നിലനിൽക്കുന്നിടത്തോളം കാലം ഞാനും മരണത്തിന് കീഴ്പ്പെടില്ല എന്ന് പറഞ്ഞു. അതേ പ്രവൃത്തി വീണ്ടും ആവർത്തിച്ചു. വാൾ വക്കീലിൻ്റെ കഴുത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നിന്നുപോയി. അങ്ങനെ വക്കീലിനെയും വെറുതെ വിട്ടു. ഇനി മൂന്നാമത്തെ ഊഴം ശാസ്ത്രജ്ഞൻ്റേതാണല്ലോ. അദ്ദേഹത്തിനോടും ചോദിച്ചു, താങ്കൾക്ക് അവസാനമായി എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് മുകളിലേക്ക് നോക്കിക്കേ. അതിലെ 2 കണ്ണി ഒരു ചങ്ങലയുടെ കുടുങ്ങിക്കിടക്കുകയാണ് അവിടെ ഒരു നൂലിൽ. ആ നൂലൊന്ന് പൊട്ടിച്ചു വിട്ടാൽ കറക്റ്റായിട്ട് വാള് താഴോട്ട് വന്നോളും. പിന്നെ ശാസ്ത്രജ്ഞൻ എന്തു പറ്റി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങളും. നമ്മൾ മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കുക തന്നെ വേണം. ബുദ്ധിയുള്ളത് കൊണ്ട് കാര്യമില്ലല്ലോ, അല്ലേ? അതുപോലെ ജീവിതത്തിൽ മൗനം പാലിക്കേണ്ട ചില സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾക്ക് അതിയായ ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, അല്ലേ? നമ്മുടെ ചുറ്റുമുള്ളവർക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. രണ്ടാമതായി, നമുക്ക് ഒരുപാട് സങ്കടം വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് ഈ സങ്കടം വന്നു, ഈ സങ്കടത്തെ മാറ്റുവാൻ എന്തെങ്കിലുമൊക്കെ പോംവഴിയുണ്ടോ എന്നൊക്കെ ആലോചിച്ചാൽ കുറച്ചൊക്കെ നമ്മുടെ സങ്കടം നമുക്ക് തന്നെ മാറ്റുവാൻ കഴിയും. മൂന്നാമതായി, നമ്മൾക്ക് ഒരുപാട് സന്തോഷം വരുന്ന സന്ദർഭങ്ങളിലും നമ്മൾ കുറച്ചൊക്കെ മൗനം പാലിച്ചിട്ട് ഈ സന്തോഷം എന്നും നിലനിൽക്കുന്നതാണോ, നമ്മൾ ഇതിൽ അതിയായി സന്തോഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നതും നല്ലതാണ്. നാലാമതായി, നമ്മളെ ആരെങ്കിലും വിമർശിക്കുമ്പോൾ നമ്മൾ മൗനം പാലിച്ചു എന്ന് കരുതി നമ്മൾ ബലഹീനരാണ് എന്നൊരു അർത്ഥമില്ല. നമ്മുടെ ഉള്ളിൽ അപ്പോഴും നല്ല ആത്മബലം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മൗനം പാലിക്കുന്നത്. പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയങ്ങളിൽ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോൾ കുറച്ച് മൗനം പാലിച്ചിട്ട് 1 മിനിറ്റ് ആ കണ്ണടച്ച് നിന്നിട്ട് ആ പ്രകൃതി ഭംഗി ഒന്നുകൂടെ ആസ്വദിച്ചാൽ അതിൻ്റെ പ്രകൃതി ഭംഗിയുടെ ഭംഗി നമുക്ക് കുറച്ചുകൂടെ കൂടുതലായി ആസ്വദിക്കാൻ പറ്റും എന്നും പറയും. ഗാന്ധിജിയൊക്കെ ഈ മൗനവ്രതം എല്ലാ തിങ്കളാഴ്ചയും ആചരിച്ചു വന്നതാണ്. അതുപോലെ പല മഹാന്മാരും ആഴ്ചയിലും 1 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 5-6 ദിവസങ്ങൾ ഒക്കെ മൗനവ്രതത്തിൽ ഏർപ്പെടാറുണ്ടത്രേ. അതൊക്കെ അവർക്ക് മനോബലവും നല്ല ആത്മധൈര്യവും എല്ലാം കൊടുക്കും. അതുകൊണ്ട് നമുക്കും കുറച്ചൊക്കെ ജീവിതത്തിൽ മൗനം പാലിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു, അല്ലേ?